ഹായ് നമസ്കാരം. എല്ലാവർക്കും ധന്യ ഷിജിം ബ്ലോഗ്സിന്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യ ഷിജിൻ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫാമിലി വീക്കിന്റെ 4ാം ദിവസമായ ഇന്നലെ നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിന്റെ വൈഫും അതുപോലെ അപ്സരയുടെ ഹസ്ബൻഡും അമ്മയുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എൻട്രി നടത്തിയത്. അതിൽ നമ്മുടെ അപ്സരയുടെ ഫാമിലി വന്നതിനെ പറ്റി നമ്മൾ മുൻപ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സായിയുടെ ഈ ഒരു വീഡിയോ ഇത്രയധികം വൈകിയത് ചില സാങ്കേതിക കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ സായിയുടെ ഫാമിലി, അതായത് സായിയുടെ വൈഫ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയാണ്. അതിമനോഹരമായ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു വരവും, സ്നേഹിയുടെ ആ വരവും കാണാൻ തന്നെ വളരെയധികം മനോഹരമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നതിന് ശേഷം നമ്മുടെ സായിയെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തിട്ട് ഒരു ലിപ് ലോക്ക് ഒക്കെ കൊടുത്തിട്ടാണ് സ്നേഹ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത്, അതായത് വീടിനകത്തേക്ക് കയറുന്നത്. കയറിയതിനു ശേഷം അവിടെ ഒരുപാട് നാടകീയമായ രംഗങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ പല പ്രേക്ഷകർ ഇപ്പൊ സായിയുടെ ഇന്നലത്തെ ആ ഒരു പെർഫോമൻസ് വെച്ചിട്ടും ഈ ഒരു സീക്രട്ട് ഏജന്റ് എന്നുള്ള ഈ ഒരു വ്യക്തി സായി കൃഷ്ണ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വൈൽഡ് കാർഡായിട്ട് പോകുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ ഒരു സീക്രട്ട് ഏജന്റ് എന്നുള്ള ഈ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബർ, ഇദ്ദേഹം പുറത്ത് എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ആ ഒരു നിലപാടുകൾ തീർച്ചയായും ബിഗ് ബോസ് വീട്ടിനകത്തും ഉണ്ടാകും എന്നുള്ളത് പ്രേക്ഷകർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സ് ആണ്. ഇപ്പൊ പേഴ്സണലി ഞാൻ പറയുകയാണ്, നമ്മൾക്ക് ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു സീക്രട്ട് ഏജന്റ് എന്നുള്ള ആ ഒരു യൂട്യൂബറുടെ ഒക്കെ വീഡിയോസ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു യൂട്യൂബർ ആവണം അല്ലെങ്കിൽ ഒരു ബ്ലോഗർ ആവണം എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിലൊക്കെ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു സീക്രട്ട് ഏജന്റ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ പോയതിനു ശേഷം പാടെ മൗനമായിരിക്കുന്ന സമയത്ത് തീർച്ചയായും പ്രേക്ഷകർ ഒരു വാഴ അല്ലെങ്കിൽ പടുവാഴ എന്നുള്ള ലേബൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെ. കാരണം അദ്ദേഹം അവിടെ ഒരു ടാസ്കുകളായിക്കോട്ടെ നിലപാടുകളായിക്കോട്ടെ ഒന്നും തന്നെ കാണുന്നില്ല. നമ്മളീ കാണുന്ന സീക്രട്ട് ഏജന്റ് എന്നുള്ള ആ ഒരു വ്യക്തിയുടെ നിലപാടുകളോ വാക്കുകളോ ഒന്നും തന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർ അദ്ദേഹത്തെ അത്തരത്തിൽ ഈ സീക്രട്ട് ഏജന്റ് എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും പറയും എന്നൊരു കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇന്നലെയുള്ള അദ്ദേഹത്തിന്റെ സ്നേഹിയുടെ ആ ഒരു വരവും അതിനുശേഷം സീക്രട്ട് ഏജന്റിൽ ഒരുപാട് കരഞ്ഞിരുന്നു. പട്ടി ചത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരയുന്നതും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് പല കമന്റ് സെക്ഷനുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇവൻ എന്തിനാ ഈ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു പട്ടി ചത്തതിനാണോ ഇങ്ങനെ കിടന്ന് കരയുന്നത്? അല്ലെങ്കിൽ ഇതിവന്റെ സ്ട്രാറ്റജിയാണ്, സിമ്പതി ട്രാക്ക് പിടിക്കാനുള്ള ഇവന്റെ അടുത്ത ഗെയിമാണ് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഇന്നലെ ആദ്യം തന്നെ ഇപ്പൊ സ്നേഹ വന്നതിന് ശേഷം ഒരിക്കലും സ്നേഹ ആ ഒരു പട്ടിയുടെ കാര്യം പറയണം എന്ന് പറഞ്ഞതല്ല. അവിചാരിതമായിട്ട് സീക്രട്ട് ഏജന്റ് ഒരുപാട് നമ്മുടെ സായി കൃഷ്ണ ഒരുപാട് തവണ ചോദിച്ചു, എന്താണ് ആക്സോന്നോ എന്താണ് ആ നായയുടെ പേര്, ആക്സോക്ക് എന്താ പറ്റിയത്, നിന്റെ കണ്ണുകളിൽ ആ ഒരു പേര് പറയുമ്പോൾ ആ ഒരു എന്തോ ഒരു വിഷമം നിന്നിൽ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് ഒരുപാട് തവണ ചോദിച്ചതിന് ശേഷമാണ് സ്നേഹ പറയുന്നത് ആക്സോ പോയി എന്നുള്ള കാര്യം. അതും സായി കൃഷ്ണയ്ക്ക് അത് ഫീൽ ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് എന്തോ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അഥവാ ഞാൻ വരുന്ന സമയത്ത് കൂട്ടിൽ അവരാരും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹ ഒരുപാട് വഴക്കൊക്കെ അവിടെ നിന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു അവസാനം ഒന്നും പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ് സ്നേഹ അത് സമ്മതിക്കുന്നത് തന്നെ. അല്ലാതെ ആ ഒരു സ്നേഹ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു സിമ്പതി ട്രാക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സായിയോട് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല. യാദൃശ്ചികമായിട്ട് അതവിടെ സംഭവിച്ചതാണ്, സ്നേഹയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതിനുശേഷം ഈ ഒരു പട്ടി ചത്തു എന്ന് പറഞ്ഞപ്പോൾ മൈക്ക് പോലും ഊരി വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ഒരു ബാത്റൂമിന്റെ ഏരിയയിൽ വന്നിട്ട് കരയുന്ന, ബാത്റൂമിനകത്തേക്ക് കയറുന്ന ഒരു സായിയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം പ്രേക്ഷകർ ഇവൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, മൂങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഒരു പട്ടി ചത്തതിനാണോ എന്നൊക്കെ ഒരുപക്ഷെ ആ ഒരു അത് അനുഭവിച്ചവർക്ക് സത്യത്തിൽ മനസ്സിലാകുമായിരിക്കും. അതായത് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ് എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് സത്യത്തിൽ കെട്ടുകഥകൾ തന്നെയാണ്. ഒരുപക്ഷെ ഈ ഒരു പെറ്റ് ലവേഴ്സിന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പട്ടി പൂച്ച ഇവരോടൊക്കെ മിങ്കിളായിട്ട് പെട്ടെന്നൊരു ദിവസം അവരില്ലാതാവുന്ന ഒരവസ്ഥ, അവരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ അത് അനുഭവിച്ചവർക്ക് വ്യക്തമായിട്ട് അറിയുമായിരിക്കും. അല്ലാത്തവർക്ക് ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവൻ എന്തിനാണ് ഈ കരയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ
പറഞ്ഞിരിക്കാൻ മാത്രമേ ആകുള്ളൂ. പക്ഷെ അതിന് അവരോട് നമ്മൾ ഈ ഒരു മിണ്ടാപ്രാണികളോട് നമ്മൾ ഈ ഒരു കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അവരതിൻ്റെ ഇരട്ടിൻ്റെ ഇരട്ടി 10 ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അതൊരു പക്ഷെ അവരുമായിട്ട് അത്രയധികം ഈ അടുപ്പമുള്ളവർക്ക് ഇടപഴകി ഒരു പെറ്റിനെ അത്രയധികം സ്നേഹിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകുമായിരിക്കും. അതാണ് സത്യത്തിൽ സായിക്ക് ഇന്നലെ അനുഭവപ്പെട്ടത്. അതായത് അദ്ദേഹം അത്രയധികം സ്നേഹിച്ചിരുന്നു ആ ഒരു മിണ്ടാപ്രാണി, ആ ഒരു പട്ടിയെ. അതുകൊണ്ട് തന്നെ അത് ചത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സത്യത്തിൽ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ സായിയുടെ ആ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മളായിരിക്കണം ആ ഒരു സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി മനസ്സിലാകും. എനിക്ക് ഈ ഒരു കമന്റ് ഇടുന്നവരോട് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനുശേഷം സ്നേഹ വന്നതിന് ശേഷം സ്നേഹ വെട്ടി തുറന്നുകൊണ്ട് തന്നെ പറയുന്ന ഒരു ഗെയിമറെ എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ സായി എന്നുള്ള ഒരു വ്യക്തി സായായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഒന്നും തന്നെ സായി ശ്രമിക്കുന്നില്ല. സായി കൃഷ്ണ എന്നുള്ള ഒരു പച്ചയായ മനുഷ്യൻ, എനിക്ക് കപ്പും വേണ്ട ഒന്നും വേണ്ട, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ മാത്രമേ ഇവിടെ നിൽക്കുള്ളൂ എന്നുള്ളത് അദ്ദേഹം അവിടെ തന്നെ പറയുന്നുണ്ട്. അതിൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം ഈ ഒരു സായി കൃഷ്ണ എന്നുള്ള വ്യക്തി ഇങ്ങനെയാണ്. അല്ലാതെ ഒരു സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന നമ്മൾ എപ്പോഴും കാണുന്ന പോലെ ഗർജിക്കാൻ വരുന്ന സിംഹത്തെ പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടി എന്നും പ്രസന്റ് ചെയ്യുന്ന ഒരു സീക്രട്ട് ഏജന്റ് അല്ല സത്യത്തിൽ ഈ ഒരു സായി കൃഷ്ണയാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ക്യാമറയ്ക്ക് മുൻപിൽ വരുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു ഭാവമാറ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അതുകൊണ്ട് തന്നെ സായി കൃഷ്ണ എന്നുള്ള ഒരു വ്യക്തി അദ്ദേഹം പറയുന്നത് പോലെ ഇനിയിപ്പോൾ കപ്പടിച്ചില്ലെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ഉണ്ട്. അത് തീർച്ചയായും ഇന്നലെ ഒരു ദിവസം കൊണ്ട് അദ്ദേഹം എത്രത്തോളം ഹൈപ്പിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് പല കമന്റ് സെക്ഷനുകളും നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലെയുള്ള സായിയുടെ ഫാമിലി വീക്കിലെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ഒന്ന് സ്നേഹിയുടെ ഒരു വരവും അതിനുശേഷം സായിയുടെ അച്ഛൻ വിളിക്കുന്ന ആ ഒരു പ്ലാസ്മ ടിവിയിൽ സായിയുടെ അച്ഛൻ വന്നിട്ട് സംസാരിക്കുന്ന ആ ഒരു രംഗവുമായിരുന്നു. സത്യത്തിൽ അത് കണ്ട പ്രേക്ഷകർക്ക് ഒരു പക്ഷെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും. അത്രമാത്രം ക്യൂട്ടായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു. എന്തായാലും അച്ഛൻ സായിയോട് സംസാരിച്ചു, നന്നായി കളിക്കാനൊക്കെ പറഞ്ഞു. ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം കണ്ടുമുട്ടാനൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഷോ കൊണ്ട് ഒരുപക്ഷെ ഇത്രയധികം നല്ല കാര്യങ്ങൾ ഒരുപാട് കോൺട്രവേഴ്സികൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങളും തീർച്ചയായും ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള ഷോയിലൂടെ നടക്കുന്നുണ്ട്. എന്തായാലും സായി കൃഷ്ണൻ ഇന്നലെ അച്ഛൻ വിളിച്ചതിന് ശേഷം ഒരുപാട് ഹാപ്പി ആയിരുന്നു, നമുക്ക് ലൈവിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഗെയിമർ അല്ല എന്നുള്ളത് പല പ്രേക്ഷകരും സ്നേഹയും എല്ലാം പറഞ്ഞു വെക്കുമ്പോഴും അദ്ദേഹം ഒരു റിയൽ ആയിട്ടുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പച്ച മനുഷ്യനാണ് എന്നുള്ളത് വീണ്ടും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. സോ പ്രേക്ഷകർക്ക് എന്താണ് സായിയുടെ വൈഫ് വന്നതിനെ പറ്റിയും സായിയുടെ ആ ഒരു മൊമെന്റിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.